ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പായസം തന്നതാണ്, അതാണ് കുടിക്കുന്നത്. ഇപ്പോൾ 3 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വടയാണ് ഉണ്ടാക്കുന്നത്, ഉഴുന്ന് വട. അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ 2 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴുകി വാരിയെടുത്ത് അതിലേക്ക് വലിയുള്ളി, ഒരു അര വലിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ട് കുറച്ച് ഞാനതിൽ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സ് ചെയ്തിട്ടൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതാ ഞാൻ ചുടുകയാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ ഓട്ടയിടാൻ എനിക്ക് കിട്ടുന്നേ ഇല്ല. ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഓട്ടയിടാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്നില്ല. എങ്കിലും ഉണ്ടാക്കണമല്ലോ, അങ്ങനെ മത്സരിച്ച് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ തട്ടുകടയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അവർ നല്ല സ്പീഡിലാണ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ അവരുണ്ടാക്കുന്നത് എടുക്കുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അങ്ങനെ പഠിച്ചതാണിത്. പക്ഷേ നമുക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് അധികം കടയിൽ നിന്നാണ് വാങ്ങുക. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കി. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഒരെണ്ണം ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ഷേപ്പൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. എല്ലാം ചെയ്ത് പഠിക്കുകയല്ലേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പക്ഷേ ഷേപ്പൊക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഞാൻ കുഴച്ചതിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. കറക്റ്റായിട്ട് ശരിയായില്ല. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു 2 ഗ്ലാസ് ഉഴുന്നൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് 4 മണിക്ക് കഴിക്കാനും പിറ്റേ ദിവസം കഴിക്കാനും ഉണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒരു 10-15 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇഷ്ടം പോലെ നമ്മുടെ കുട്ടികൾക്ക് കൊതി തീരെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവർ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത്, കുറേ ദിവസം പഴക്കമുള്ള എണ്ണയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇത് നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ്. ഇതാ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ട്രിപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ വരാൻ ഇത്തിരി വൈകും. 4:30 ആകുമ്പോൾ വരാൻ വേണ്ടിയിട്ട്. 4:30 ആവും. പിന്നെ അവർ കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുക. അപ്പോഴത്തേന് 5 മണിയൊക്കെ ആവും. അപ്പം ഞാനിതാ ഉഴുന്നുവടയും ചായ വെച്ചിട്ടുണ്ട്, അത് കഴിക്കുകയാണ്. സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ ആ കൊച്ചിൻ്റെ പിറന്നാളായപ്പം കുറച്ച് പൈസ തന്നത്. അപ്പം അതെൻ്റെ മക്കൾക്കൊന്നും തികയില്ല. അപ്പം ഞാൻ ചെറുപയർ ഉണ്ടായിരുന്നു, അത് വറുത്തിട്ട് കുറച്ച് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊക്കെ നിറയെ കുടിക്കണം. അപ്പോൾ ചെറുപയർ പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറുപയർ വറുത്തെടുക്കുകയാണ്. അങ്ങനെ ചെറുപയറൊക്കെ വറുത്ത് അത് തണിഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചിട്ട് തേങ്ങാപ്പാലും പശുവിൻ പാലും കൂടി ഒഴിച്ച് വെല്ലമൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന പായസം എനിക്കിഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുപയർ പായസം, സേമിയ പായസം, അടപ്രഥമൻ. അതാണ് ഞങ്ങൾ അധികവും വീട്ടിലുണ്ടാക്കാറ്. അതിൽ ചെറുപയർ പായസമാണ് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും. പിന്നെ അരിപ്പായസം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ അടുപ്പിലെല്ലാം വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വൃത്തിയാക്കി. അപ്പോഴത്തേനും കുട്ടികളൊക്കെ വന്നു കേട്ടോ. പ്രിയ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു, അതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പോയി വന്നതിന് ശേഷമാണ് കടയിൽ പോയത്. പാലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ പായസം റെഡിയാവും. അങ്ങനെ പായസമൊക്കെ റെഡിയായി. ഇതാ കുടിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.